നമ്മൾ ഇന്നത്തോടെ പരിശോധിക്കുന്ന യൂട്യൂബിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സാണ്. നമ്മളൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ്. യൂട്യൂബിൽ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിങ്സ് ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഡാറ്റ സേവിംഗ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക, രണ്ട് സെറ്റിങ്സ് കാണാം. സാധാരണ ഏറ്റവും മുകളിൽ കാണുന്ന ഡാറ്റ സേവിംഗ് മോഡ് എന്നുള്ള ഫീച്ചർ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. നമ്മുടെ മൊബൈലിലെ ഡാറ്റ യൂട്യൂബ് കാണുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ താഴെ ഭാഗത്ത് രണ്ട് സെറ്റിങ്സ് ഉണ്ട്. ഇത് സാധാരണ ആരും അങ്ങനെ പരിചയപ്പെടുത്താറില്ല. അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സിൻ്റെ കാര്യം, ഒന്നാമത്തത് സെലക്ട് ക്വാളിറ്റി ഫോർ എവരി വീഡിയോ എന്നുള്ളതാണ്. ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓരോ വീഡിയോ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. സാധാരണ നെറ്റ് കുറവുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും തോന്നുന്ന ആളുകൾക്ക്, അത്തരം ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഓരോ വീഡിയോ പ്രത്യേകം ക്വാളിറ്റി കുറഞ്ഞും കൂട്ടിയൊക്കെ കാണാൻ സാധിക്കും. ആ ഒരു സൗകര്യമാണ്, ഞാനത് കാണിച്ചു തരാം. രണ്ടാമത്തെ സെറ്റിങ്സ് മൊബൈൽ ഡാറ്റ യൂസേജ് റിമൈൻഡർ എന്നുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്താൽ നമുക്കിവിടെ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഇവിടെ നോക്കി നമ്മൾ സാധാരണ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് യൂട്യൂബ് കാണുന്ന സമയത്ത് പലപ്പോൾ 1 GB ആണ് നമുക്കുള്ളതെങ്കിൽ അതിൽ ഏകദേശം 500 MB നമുക്ക് യൂട്യൂബിന് മാത്രമായി ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ 500 MB എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ 100 MB മതിയെങ്കിൽ 100 MB എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത് GB ഉണ്ട്, 1 GB 2 GB ആണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ സാധിക്കും. MB ആണോ GB ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ഓക്കെ കൊടുത്താൽ അത്രയും GB അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത അത്രയും MB കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ അത് തീരാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വരും. നിങ്ങൾ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര MB അല്ലെങ്കിൽ ഇത്ര GB അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത അത്രയും GB തീർന്നിട്ടുണ്ട് എന്ന് കാണിച്ചു തരും. അപ്പോൾ യൂട്യൂബിന് വേണ്ടി പ്രത്യേകം MB സെലക്ട് ചെയ്ത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീരുമെന്ന് പേടിയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബിന് വേണ്ടി പ്രത്യേകം ഡാറ്റ സെലക്ട് ചെയ്ത് വെച്ച് അത്രയും ഡാറ്റ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് തീരും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എത്ര GB ആണോ അല്ലെങ്കിൽ എത്ര MB ആണോ വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം കാണിച്ച ഈ സെലക്ട് ക്വാളിറ്റി ഫോർ എവരി വീഡിയോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാം. യൂട്യൂബിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയാണ് വേണ്ടത്, നിങ്ങൾക്ക് മികച്ച നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഹയർ പിക്ചർ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റി ആണെങ്കിൽ ഓട്ടോയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ക്വാളിറ്റി കുറഞ്ഞ ഒരു ക്വാളിറ്റിയിൽ ഇൻ്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കാതെ കാണുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് ഡാറ്റ സേവർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓരോന്നും എത്ര MB ഉപയോഗിക്കുമെന്നിവിടെ കാണിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ MB ഡാറ്റ സേവറാണ്. അപ്പോൾ ഓരോ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ താഴെ കാണുന്ന ഭാഗത്ത് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ വീഡിയോയും ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് യൂട്യൂബിൽ കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരം സെറ്റിങ്സ് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.